നന്നാകണം. KNM ഇങ്ങനെ ബ്രാൻഡും പറഞ്ഞ് നടന്നാ പോരാ. KNMന്റെ ആദർശം പഠിക്കണം, മനസ്സിലാക്കണം. KNMന്റെ ആദർശം എന്ന് പറഞ്ഞിട്ട് കുറെ പൊട്ട പോയത്തങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ പറഞ്ഞു നടന്നോ ഇതൊന്ന് പോകുന്നേ വേണ്ടത് എന്നാണ് ഞങ്ങളാ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇത് വഹാബികളുടെ ചോദ്യാവസരം. പ്രാർത്ഥനയുടെ നിർവചനത്തിൽ വഹാബികൾക്ക് പിഴച്ചിട്ടില്ല എന്ന് സമർത്ഥിക്കേണ്ട സംവാദത്തിൽ ഒന്നാം ചോദ്യം മക്ക മുശ്രിക്കുകളെ കുറിച്ച്. മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കഴിവുകൊണ്ടല്ല, അല്ലാഹു നൽകുന്ന കഴിവുകൊണ്ടല്ല, മറിച്ച് സ്വയം കഴിവുകൊണ്ട് ഈവർ ഞങ്ങളെ സഹായിക്കും എന്ന വിശ്വാസത്തോടെയായിരുന്നു മഹാന്മാരോട് തേടിയിരുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. എന്നിട്ട് മൗലവി കളവ് പറഞ്ഞു. വിഷയവുമായി ബന്ധമുണ്ടെന്നോ സുന്നീപക്ഷം പറഞ്ഞുവെന്ന് പച്ചക്കള്ളം പറഞ്ഞു. ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിന് നിങ്ങൾക്കൊരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്ന് വിഷയാവതാരകനും പിന്നീട് ഉത്തരം പറഞ്ഞയാളും സമ്മതിച്ചിട്ട് പോലും മറുപടി പറയാൻ ഉത്തരം പറയുന്നവർ പോയിട്ട് ചോദ്യമുന്നയിക്കേണ്ട മൗലവി തന്നെ ബന്ധം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് സമ്മതിക്കുന്നത് കാണുക. ഉത്തരമുണ്ടെങ്കിൽ പറയുക, ബന്ധം ഞാനപ്പോൾ വിശദീകരിക്കാം. അത് വിശദീകരിക്കേണ്ടത് ഞാനാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ഞാനാണ് ചോദ്യം ചോദിച്ചത്, മുജാഹിദ് ഭാഗമാണ് ചോദ്യം ചോദിച്ചത്. ഞങ്ങൾ ചോദിച്ച ചോദ്യം വിഷയവുമായി ബന്ധമുള്ളതാണെന്ന് നിങ്ങൾ മറുപടി പറയൂ, അപ്പോൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. മറുപടിയില്ലെങ്കിൽ അതില്ല എന്ന് പറയാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വിഷയവുമായി ബന്ധമില്ലാത്ത ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ടോ? മൗലവിമാർ വിശദീകരിക്കുന്നത് കാണുക. എന്റെ പേര് റഷീദ്, സ്ഥലം കൊടുങ്ങല്ലൂർ, തൃശൂർ ഡിസ്ട്രിക്ട്. ഉമർ റളിയല്ലാഹു അൻഹു തറാവിഹ് നമസ്കാരത്തെക്കുറിച്ച് ഉമർ റളിയല്ലാഹുവിനെ പിൻപറ്റി 20 റക്അത്ത് നമസ്കരിച്ചു എന്ന് പറഞ്ഞ് നേരത്തെ സലഫി സാഹിബ് പറയണ്ടായി. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് മക്കത്തും എല്ലാം 20 റക്അത്ത് നമസ്കരിക്കുന്നത്? തറാവീഹ് നമ്മുടെ വിഷയമല്ല. ഇൻഷാ അല്ലാഹ് അത് അനുവദിക്കുമെങ്കിൽ പിന്നീടുണ്ട്. വിഷയത്തിൽ കടന്നു വരാൻ വേണ്ടിയാണ് ഇലാഹ്, ഇബാദത്ത്, ഇസ്തിഗാസ, തബസ്തുൽ, സ്ത്രീ, ജുമുഅ, ജമാഅത്ത്. ഈ വിഷയത്തിൽ ചോദ്യമില്ലെങ്കിൽ ചോദ്യകർത്താവ് അതേ സ്ഥാനത്ത് തന്നെ ചെന്നിരിക്കണം. അതല്ല ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ ഇതിന് ഇൻഷാ അല്ലാഹ് സന്ദർഭമുണ്ട്, ഇനിയും പരിപാടികളുണ്ട്. ഇത് പുതിയ അവതാരം. അനസ് മൗലവി, നുണനിർമ്മാണ ഫാക്ടറിയുടെ ഡയറക്ടർ. തെരുവുകളിൽ കളവ് പറയുന്ന ധൈര്യം പക്ഷേ സംവാദവേദിയിൽ കാണിച്ചില്ല. ഒരിക്കൽ പറഞ്ഞ പച്ച നുണയുടെ കടുപ്പം നോക്കൂ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാ ക്ലിപ്പ്, ഇപ്പൊ ഇടാൻ സമയമില്ല. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. നുണയന്മാരെ നിങ്ങളെ ഞങ്ങൾ വിടൂല. സമാനമായ കളവ് മൗലവി സംവാദത്തിലും കാച്ചി. പിന്നെ മുസ്ലിയാർ ഇവിടെ കാണിച്ചൊരു തട്ടിപ്പ്. എവിടെയോ നിർവചനം, മുജാഹിദുകളുടെ നിർവചനം എവിടെ? മുജാഹിദുകളുടേതെന്ന് പറഞ്ഞ് വായിച്ച നിർവചനം എവിടെ? ഏതാണ് നിങ്ങൾ വായിച്ച നിർവചനം? കട്ടുവച്ചതല്ലേ മുസ്ലിയാർ ഇവിടെ? കട്ടുവായിച്ചതല്ലേ? ഒരു പാഠപുസ്തകം, മലയാളത്തിലുള്ള പാഠപുസ്തകം പോലും വായിച്ചാൽ തിരിയാതെ കട്ടുവെച്ചാണ് മുസ്ലിയാർ വായിച്ചത്. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി, ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ എന്നവിടെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിയാരെ. ഇതുവരെയും എങ്ങനെയെന്ന് വായിക്കാതെ, ഇങ്ങനെയെന്ന് പോലും വായിക്കാതെ, ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതുവരെയും എങ്ങനെയെന്ന് വായിക്കാതെ, ഇങ്ങനെയെന്ന് പോലും വായിക്കാതെ,
തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് മുസ്ലിയാര് വിചാരിച്ചത്. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി സുന്നികളുടെ ചോദ്യം: ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ റസൂലുള്ളാഹിനെ വിളിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? ഞങ്ങൾക്ക് മറുപടിയാണ് ആവശ്യം. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ശിർക്കാണോ അല്ലേ? ശിർക്കാണെന്ന് സംശയമില്ലെന്ന് കായക്കൊടി തീർത്തു പറഞ്ഞു. അപ്പോഴാണ് സുന്നികൾ ഹദീസോദിയത്. കേട്ടോളൂ ഹദീസ്. ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. കായക്കൊടി കുടുങ്ങി. അങ്ങനെ വിളിക്കുന്നതോ ശിർക്കാണെന്ന് പറഞ്ഞ മൗലവി അങ്ങനെ വിളിക്കുന്ന സംഭവം ഉദ്ധരിച്ചപ്പോൾ അത് ഇസ്തിആസയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ശിർക്കാണെന്ന് പറഞ്ഞത് എന്തിനായിരുന്നു? വിളി തന്നെ ആരാധനയും ശിർക്കുമാണെന്നല്ലേ പറഞ്ഞു വന്നത്? അതല്ലാത്ത ഒരു വിളി വന്നാലോ ആ വിളിക്കപ്പെടുന്നതിനെ അവൾ ഇലാഹാക്കി. പിന്നീട് എവിടുന്ന് വന്നു സഹോദരങ്ങളെ മുഹമ്മദ് നബിയെ എന്ന വിളി? പിന്നീട് എവിടുന്ന് വന്നു ഷെയ്ഖേ എന്ന വിളി? ആലുവ സംവാദത്തോടെ വിളി മാത്രം ശിർക്കല്ലെന്ന് വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന വ്യക്തി അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞയാൾ തന്നെയാണ് ഇസ്തിആസയില്ല എന്ന് പറഞ്ഞത്. അവസാനമായപ്പോഴേക്കും ചിലർക്ക് പറ്റുമെന്നിടത്തേക്ക് മൗലവി എത്തി. രണ്ടും ഒന്നിച്ച് നിങ്ങൾ കേൾക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ചോദിച്ചാൽ എന്ന ചോദ്യം തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുഹമ്മദ് റസൂലുള്ള വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ ചോദിക്കില്ല. ഒരാൾ ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കില്ല. കാരണം അവനറിയാം താൻ ചോദിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. ഇതിലെ കാമ എന്ന പദം ആരാ ഫായിൽ? ആര് നിന്നാൽ, ആര് വന്നാൽ, ആര് ചോദിച്ചാൽ ലൗജീബന്നഹു ആർക്ക് ഉത്തരം ചെയ്യും? പറയണ്ടേ? ഏതോ ഒരു പ്രത്യേക വ്യക്തി പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സമയത്ത് വിളിച്ചാലെന്നാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ചോദിച്ചാൽ എന്ന ചോദ്യം തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുഹമ്മദ് റസൂലുള്ള വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ ചോദിക്കില്ല. മൗലവി അപ്പോൾ ആ വരുന്നയാൾ, ചോദിക്കുന്നയാൾ അഥവാ ഈസാ നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാത്തവനാണോ? ഹദീസും ആയത്തും ഒരു പിടിയുമില്ലാത്തവർ എന്തിന് സംവാദത്തിൽ വരുന്നു? സുന്നികൾ രേഖയായി ഉദ്ധരിച്ച ഹദീസ് ചെവിമുളച്ചതിന് ശേഷം കേട്ടിട്ടേ ഇല്ലാത്ത മൗലവിമാർ അതേക്കുറിച്ച് കളവുകളുടെ ഘോഷയാത്ര തന്നെ നടത്തേണ്ടി വരും. പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. നോണ പറയരുത്. ഖുർആനിലും ഹദീസിലും ഉള്ളത് പറയണം. ഉള്ളത് പറഞ്ഞാൽ പൊളിയില്ല, ഇല്ലാത്തത് പറഞ്ഞാൽ പൊളിയും.